കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കൊല്ലം MP NK പ്രേമചന്ദ്രൻ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നു. പലതരം ഭാവി പരിപാടികൾ, പ്രതീക്ഷകളുണ്ട്. അങ്ങ് എന്താണ് ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഈ ബഡ്ജറ്റ് സാമ്പത്തിക സർവേ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാജ്യത്തുണ്ടായിട്ടുള്ള ഗുരുതരമായ തൊഴിലില്ലായ്മയും അതുപോലെ ദാരിദ്ര്യവും വിലക്കയറ്റവും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെ സഭയിൽ വച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഫുഡ് ഇൻഫ്ലേഷൻ നിയന്ത്രണാതീതമായ നിലയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും വിലക്കയറ്റം രാജ്യത്തെ സാധാരണ ജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത്. ആ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് എത്രമാത്രം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വേണ്ട. കാരണം 2014 BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴുള്ള പെട്രോൾ ഡീസൽ വിലയും 2024 10 വർഷം പൂർത്തീകരിക്കുമ്പോഴുള്ള വിലയും പാചകവാതകത്തിന്റെ വിലയും താരതമ്യം ചെയ്താൽ തന്നെ ഈ വിലക്കയറ്റത്തിന്റെ തോത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ന് അനുകൂലമായിട്ടുള്ള ചില ഘടകങ്ങൾ, സാഹചര്യങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടെങ്കിൽ പോലും സാധാരണ സമൂഹത്തിന് ആശ്വാസമേകുന്ന നടപടികൾ ഈ ഗവൺമെന്റിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്താണ് ഇന്ന് പ്രത്യേകിച്ച് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല. വലിയ 2047 വികസിത ഭാരതം എന്ന നിലയിലാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ വികസിത ഭാരതത്തിലേക്ക് രാജ്യം നടന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് തൊഴിലില്ലായ്മ അടക്കമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിനൊപ്പം തന്നെ കർഷകരുടെ പ്രശ്നം, ഈ കർഷക പ്രക്ഷോഭം രൂക്ഷമായിരിക്കുന്നു. ഈ കർഷകരെ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ കർഷകർക്ക് സഹായം നൽകുന്ന പദ്ധതികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടോ? ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് കർഷകർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ നേരിയ വർധന ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം വരാൻ പോകുന്ന മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ, ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രി കല്യാൺ സമ്മാൻ യോജന എന്ന പേരിൽ 6000 രൂപ പ്രതിവർഷം കൃഷിക്കാർക്ക് കൊടുക്കുന്ന തുക നേരിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സ്വാഭാവികമായും. കാരണം കർഷകർ ഈ ഗവൺമെന്റിനെതിരായി അടുത്ത വട്ടം ശക്തമായ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. അവരാവശ്യപ്പെടുന്ന പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി അല്ല. അവരാവശ്യപ്പെടുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഫോർ MSP, മിനിമം സപ്പോർട്ട് പ്രൈസിന് നിയമത്തിന്റെ പിൻബലം നൽകുക, ഇപ്പം നിലവിലുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന തുടങ്ങിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ആ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റ് കഴിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകി കർഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമെന്നാണ് എന്റെ വിശ്വാസം. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള കാലാകാലങ്ങളായി കുറെ ആവശ്യങ്ങൾ മുന്നിൽ വയ്ക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രതികരണം ലഭിക്കുന്നില്ല. കേരളത്തിന് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ പ്രേമേന്ദ്രൻ? എയിംസ് കേരളം എത്രയോ കാലമായി മുന്നോട്ട് വെക്കുന്നതാണ്. സത്യത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് എയിംസുമായി ബന്ധപ്പെട്ടതാണ്. ആ എയിംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ദീർഘകാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോകുന്നത് നിർഭാഗ്യകരമാണ്. ഇനി കേരളത്തിൽ നിന്നൊരു ലോക്സഭാ സീറ്റ് വന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ ബഡ്ജറ്റിൽ അതിന്റെ പ്രഖ്യാപനം ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ സാമ്പത്തിക രംഗത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതെന്നതുപോലെ ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷന്റെ ഡെവല്യൂഷൻ ഓഫ് ടാക്സസിന്റെ കാര്യത്തിലായാലും മറ്റൊക്കെയുള്ള പൊതുവായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കേരളത്തിന്റെ ധനപരമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിന്റെ വികസനോന്മുഖമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ കാര്യമായ നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അതിൽ കേരളം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ കാര്യം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും നിരീക്ഷിക്കേണ്ടത്. 24,000 കോടി രൂപയുടെ സാമ്പത്തിക പ്രത്യേക പാക്കേജ് വേണമെന്ന് ആവശ്യമുണ്ട്. അതിനോട് അങ്ങയുടെ പ്രതികരണം എന്താണ്? ഇല്ല, ഇതൊക്കെ വസ്തുതാപരമായ നിലയിൽ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ സ്പെഷ്യൽ പാക്കേജ് ഗവൺമെന്റ് ബീഹാറും ഒഡീഷയും ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് എന്ന നിലയിൽ പോകുന്നതിനകത്ത് അർത്ഥമില്ല. പ്രത്യേക പാക്കേജ് എന്ന നിലയിലല്ല പോകേണ്ടത്. നമുക്ക് നമ്മളെ പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് വേണ്ടത്.
സ്പെഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞ ഏതെങ്കിലും തരത്തിലൊരു കൺസോളിഡേറ്റഡ് എമൗണ്ട് പറഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ പരിമിതമാണ്. പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും വിരളമാണ്. ബീഹാർ പോലെ ഈ ഗവൺമെന്റ് നിലനിർത്തുന്ന ബീഹാർ സംസ്ഥാനത്തിന് പോലും കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അതിൽ സംശയം വേണ്ട, സാധ്യത വളരെ വളരെ പരിമിതമാണ്. പാർലമെന്റിൽ തന്നെ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങൾ തന്നെയാണ് ബജറ്റിനെ സംബന്ധിച്ചുള്ള NK പ്രേമചന്ദ്രൻ MP യുടെ പ്രതീക്ഷ.